السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين ما بعد. اتقوا الله عباد الله والعاقبة للمتقين. ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസി സഹോദരങ്ങളെ, റിയാദുസ് സാലിഹീനിലെ ബാബുകളെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു പ്രധാനപ്പെട്ട ബാബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ലൈസൽ കദ്ദാബ് അല്ലദീ യുസ്ലിഹു ബൈനൻ നാസ് ഫയൻമി ഖൈറ ഔ യഖൂലു ഖൈറ. ആളുകൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുവാൻ വേണ്ടി, ഇസ്ലാഹ് നടത്തുവാൻ വേണ്ടി കള്ളം പറയുന്നയാൾ, അയാൾ കള്ളനല്ല, അല്ലെങ്കിൽ അയാൾ നുണ പറയുന്നവനല്ല എന്നാണ് ഹദീസിന്റെ താല്പര്യം. ഇതിനോട് ചേർത്തുകൊണ്ട് മറ്റൊരു ഹദീസ്, ഇത് മുത്തഫഖൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. മറ്റൊരു ഹദീസിൽ സ്വഹീഹ് മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ രണ്ടു കാര്യങ്ങൾ കൂടി കൂടുതലാക്കി ചേർത്തിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ രണ്ടു കാര്യങ്ങൾ എന്ന് പറയുന്നത് الحرب والإصلاح بين الناس وحديث الرجل امرأته وحديث المرأة زوجها. ഒന്നാമതായി അൽ ഹർബ്, യുദ്ധം. രണ്ടാമതായി പറഞ്ഞതുപോലെ ഇസ്ലാഹു ബൈനൻ നാസ്, ആളുകൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുവാൻ. മൂന്നാമതായി ഹദീസുർ റജുലി ഇംറഅതഹു, ഒരു സ്ത്രീ ഒരു ഭാര്യയോട് ഭർത്താവ് പറയുന്നത്, അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിനോട് പറയുന്നത്. ഇവിടെ നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയം, ഇസ്ലാം കള്ളം പറയുന്നതിനെ നിരുത്സാഹപ്പെടുത്തുന്നു, സത്യം പറയുവാൻ പ്രോത്സാഹിപ്പിക്കുന്നു, പ്രേരിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഖുലിൽ ഹഖ്ഖ വലൗ കാന മുർറ, എത്ര കൈപ്പുള്ളതാണെങ്കിലും നിങ്ങൾ സത്യം മാത്രം പറയുക എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായി കാണാം. പിന്നെ ഇവിടെ എങ്ങനെയാണ് ഇസ്ലാം കള്ളം അനുവദനീയമാക്കുന്ന 3 സന്ദർഭങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് സംശയം തോന്നാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവും റസൂലും ഒരു കാര്യം അനുവദനീയമായി കണ്ടാൽ അതിൽ പിന്നെ യാതൊരു സംശയവും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. എന്തുകൊണ്ട് ഇങ്ങനെ എന്നൊരു ചോദ്യത്തിന് പ്രസക്തിയില്ല. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവും റസൂലും എന്തു തന്നെയാണെങ്കിലും ഒരു മോശമായ കാര്യം അനുവദനീയമാക്കുകയില്ല. അവർ അള്ളാഹുവും റസൂലും അനുവദനീയമാക്കിയ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് മാനവരാശിക്കാകമാന നന്മയായിരിക്കും. അള്ളാഹുവും റസൂലും ഒരു കാര്യം നിഷിദ്ധമാക്കിയാൽ അത് മാനവരാശിക്കാകമാനം ദോഷവുമായിരിക്കും എന്നുള്ള വിശ്വാസം നമ്മളിൽ അടിയുറക്കുക. ആ ഒരു കാഴ്ചപ്പാടിൽ ചിന്തിച്ചാൽ ഒരു നിലക്കും ഒരു വൈരുദ്ധ്യവും ഇതിലില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ 3 സന്ദർഭങ്ങളും, ഒന്നാമതായി ആളുകൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക. രഞ്ജിപ്പുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ചില ചെറിയ കള്ളങ്ങൾ ഒരു പക്ഷേ പറയേണ്ടി വന്നേക്കും. അങ്ങനെ പറയലായിരിക്കും കുറച്ചുകൂടി നല്ലത് ആ സമയത്ത്, അത് അനുവദനീയമാണ്. രണ്ടാമതായി യുദ്ധം. യുദ്ധം എന്ന് പറഞ്ഞാൽ തന്നെ തന്ത്രങ്ങളാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, അൽ ഹർബു കുല്ലുഹാ ഹീല. യുദ്ധം എന്ന് പറഞ്ഞാൽ അത് മുഴുവനും തന്ത്രങ്ങൾ തന്നെയാണ്. അങ്ങനെ തന്ത്രങ്ങൾ പ്രയോഗിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചതായിട്ടും ചരിത്രങ്ങളിൽ വന്നിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും. അതും ഒരു തെറ്റൽ ആയിട്ട് ഇസ്ലാം കാണുന്നില്ല, മാത്രമല്ല അത് അനുവദനീയവുമാണ്. മൂന്നാമതായി, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം പറയുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഹക്കിനെ ബാധിക്കാത്ത രീതിയിലുള്ള കള്ളങ്ങൾ എന്നാണ് അതിന്റെ വിശദീകരണം. ഒരു ഭർത്താവിന് അയാളുടെ ഹക്ക് നിഷേധിക്കുന്ന രീതിയിലല്ല ആ കള്ളമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, അത് അനുവദനീയമല്ല. തിരിച്ച് ഭാര്യയുടെ ഹക്ക് നിഷേധിക്കപ്പെടുന്ന രീതിയിലുള്ള കള്ളങ്ങൾ ഭർത്താവിന് അനുവദനീയമല്ല. മറിച്ച് ബന്ധം സുദൃഢമായി പോകാൻ വേണ്ടി മാത്രം. അവിടെ ചില അവസരങ്ങളിൽ ഒരു പക്ഷേ ചില കാര്യങ്ങൾ മറച്ചു വെക്കേണ്ടി വരും, ചില കാര്യങ്ങൾ അത് പറയാതിരിക്കേണ്ടി വരും, വെളിപ്പെടുത്താതിരിക്കേണ്ടി വരും. ചിലപ്പോൾ ചെറിയ കള്ളങ്ങളും പറയേണ്ടി വന്നേക്കും എന്നുള്ളത് തന്നെയാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിനൊരിക്കലും ഒരു മുതലെടുക്കുന്ന രീതി ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ അല്ലാഹു യഅലമു മാ ഫിസ് സുദൂർ, ഹൃദയങ്ങളിലുള്ളത് അള്ളാഹുവിന് അറിയാം. എന്തുദ്ദേശത്തിലാണ് ഇത് പറഞ്ഞത് എന്ന് അള്ളാഹു അറിയുന്നവനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ വ്യക്തമായി സ്വഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും മുത്തഫഖുൻ അലൈഹിയായി വന്നിട്ടുള്ള ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു വചനം,
അതിൻ്റെതായിട്ടുള്ള ഉദ്ദേശ്യത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ഒരു സാഹചര്യം വേണ്ടി വന്നാൽ അത് പ്രയോഗിക്കുകയും ചെയ്യുക. അങ്ങനെയാണ് വേണ്ടത്. നമ്മൾക്ക് കാണാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തൗരിയ എന്ന് പറയുന്ന ഒരു കാര്യം കാണാൻ സാധിക്കും. തൗരിയ എന്ന് പറഞ്ഞാൽ വ്യംഗ്യാർത്ഥമാണ്. ഒരു അർത്ഥം അല്ല കേൾക്കുന്നയാൾ മറ്റൊരർത്ഥം ഉദ്ദേശിക്കണം എന്ന് കരുതിക്കൊണ്ട് നമ്മൾ മറ്റൊരു അർത്ഥത്തിൽ പറയുക. ഉദാഹരണമായി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുന്ന സന്ദർഭം. അങ്ങനെ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടുമുട്ടുന്ന ഒരു വിഭാഗം ആളുകൾ ചോദിക്കുന്നു, മിൻ ഐനൽ ഖൗം, നിങ്ങൾ എവിടെ നിന്നുമാണ്? അവിടെ നമുക്ക് അറിയാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളെയും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ശത്രുക്കൾ പിടികൂടാൻ വേണ്ടി. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നഹ്നു മിൻ മാ, ഞങ്ങൾ മാഇൽ നിന്നുള്ളവരാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ടവരാണ് എന്ന അർത്ഥത്തിൽ കേൾക്കുന്നയാൾ ധരിക്കണമെന്ന് ഈ പറയുന്നയാൾ ഉദ്ദേശിക്കുന്നു. എന്നാൽ ഞങ്ങൾ കേൾക്കുന്നയാൾ ഞങ്ങൾ മാ ഗോത്രത്തിൽ ഉള്ളവരാണ് എന്ന് ധരിക്കണമെന്ന് പറയുന്നയാൾ വിചാരിക്കുന്നു. പക്ഷേ പറഞ്ഞയാൾ ഉദ്ദേശിച്ചത് എന്താണ്? ഞങ്ങൾ വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ടവരാണ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറും യാത്ര പോകുന്ന സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടാണ് ചോദിക്കുന്നത്, ഇതാരാണ് എന്ന്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹാദാ മുർഷിദുന, ഇത് ഞങ്ങളുടെ മുർഷിദാണ്. മുർഷിദ് എന്ന് പറഞ്ഞാൽ വഴികാട്ടി എന്നർത്ഥമുണ്ട്, യാത്രയിൽ വഴി കാണിച്ചിരുന്ന ആളെന്ന് അർത്ഥമുണ്ട്. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചത് ഇത് ഞങ്ങൾക്കുള്ള സന്മാർഗദർശിയായ റസൂലാണ് എന്ന് തന്നെയാണ്. അവിടെ കള്ളം പറഞ്ഞിട്ടില്ല. പക്ഷെ കേൾക്കുന്നയാൾ എന്ത് വിശ്വസിച്ചു? ഇത് അവരുടെ വഴികാട്ടി തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെയുള്ള രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ ഒരുപാട് കാണാൻ സാധിക്കും. അതാണ് ഏറ്റവും അഫ്ളൽ എന്ന് ഉലമാക്കൾ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. കള്ളം പറയേണ്ടി വന്നാൽ ഈ രീതിയിൽ പറയലാണ് ഏറ്റവും ഉത്തമം എന്ന് ഉലമാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു കള്ളം പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തെറ്റായ രീതിയിൽ കാര്യം പറഞ്ഞു എന്ന് മാത്രം. പക്ഷെ അവിടെ ഒരു കള്ളം റസൂലുള്ളാഹിയുടെ നാവിൽ നിന്ന് വന്നിട്ടില്ല. ഇനി വന്നു എങ്കിൽ തന്നെയും അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും തെറ്റായ രീതിയിൽ അതിനെ എടുക്കരുത്. അള്ളാഹുവും റസൂലും അതിനെ അനുവദനീയമാക്കിയ സന്ദർഭങ്ങളിൽ ചിലതാണ് ഇത് എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.